അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് കുതിച്ചു പായുകയാണ്. അതെ, ഹുസൈനാജിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. മറ്റൊന്നും അവൻ്റെ കൺമുമ്പിലില്ലായിരുന്നു. ലക്ഷ്യം ഹുസൈനാജി മാത്രം. വളരെയധികം സ്പീഡിൽ ബുള്ളറ്റിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഷമ്മാസിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആദ്യമൊന്നും ഷമ്മാസ് അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ വീണ്ടും അടിച്ചപ്പോൾ ഷമ്മാസിന് എന്തോ അർജൻറ്റാണെന്ന് തോന്നി. വണ്ടി ഒന്ന് സൈഡാക്കി ഫോൺ എടുത്തു. ഉസ്താദാണെന്ന് കണ്ടപ്പോഴാണ് അവിടെ നിർത്തിയത്. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷമ്മാസ്, നീ എവിടെ? ഉസ്താദേ, ഞാനൊരു അർജൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രയിലാണ്. എന്താ ഇത്ര അർജൻറ്റ്? അതൊക്കെ ഉണ്ട് ഉസ്താദേ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഇപ്പോൾ ടൈമില്ല. ഷമ്മാസ് പ്ലീസ് ഒരു മിനിറ്റ്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഉസ്താദേ, ഇപ്പോഴെനിക്ക് സമയമില്ല. ഒരിക്കലും ഉസ്താദിനോട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെനിക്ക് അർജൻറ്റാണ്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അപകടത്തിൽപ്പെടും, അതുറപ്പാണ്. ഷമ്മാസ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഷമ്മാസേ, ഈ ഒരു കാര്യം നീ കേട്ടിട്ട് പോകെ. എന്താ ഉസ്താദേ, നിങ്ങൾ പറയൂ. അത് മറ്റൊന്നുമല്ല, നിന്നെക്കുറിച്ച് എന്തൊക്കെ ഞാൻ കേട്ടു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. സത്യത്തിൽ നീ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എനിക്കറിയാം. അതോ ഇനി അങ്ങനെ എങ്ങാനും അറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോയോ? പറയൂ ഷമ്മാസ്. ഉസ്താദേ പ്ലീസ്, ഈ ഒരു ടൈം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളതല്ല. എൻ്റെ ഈ ടൈം വിലപ്പെട്ടതാണ്. എനിക്കിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. എൻ്റെ രക്തം തിളക്കുകയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഇപ്പോൾ ഞാൻ പഴയ ഷമ്മാസ് അല്ല. ഒരിക്കലും ഞാൻ ആ ഷമ്മാസ് അല്ല. ഇപ്പോൾ ഞാനാകെ മാറിപ്പോയിരിക്കുന്നു. എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അതെ, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അതെനിക്കറിയണം. അതറിഞ്ഞിട്ട് അതിനുള്ള കണക്ക് ചോദിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഉസ്താദേ പ്ലീസ്, ഞാൻ പിന്നെ വിളിക്കാം. എനിക്കിപ്പോൾ അല്പം തിരക്കാണ്. ഷമ്മാസ്, നീ ഒന്ന് ശാന്തനാവോ? നീ അങ്ങോട്ടാണ് പോകുന്നത്? ഉസ്താദേ, ഞാനൊരു അർജൻറ്റ് യാത്രയിലാണ്. എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. നീ ഒരിക്കലും അങ്ങനെ പറയാറില്ലല്ലോ. ഷമ്മാസ്, നീ എന്തുദ്ദേശത്തിലാണ് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ പോകുന്നത്? ഉസ്താദേ, എനിക്ക് ഹുസൈനാജി ഒന്ന് നേരിട്ട് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഷമ്മാസ്, നീ അപകടത്തിൽ ചെന്ന് ചാടരുത്. അയാൾക്കെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ആളുകളുള്ളതാണ്. പിന്നെ നീ ഒറ്റയ്ക്കാണ് പോകുന്നത്, അത് ഓർമ്മ വേണം. അത് ഒരുപാട് ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന ആളാണ് ഹുസൈനാജി. അയാളെ നേരിട്ട് ഒരിക്കലും നിനക്ക് തകർക്കാൻ കഴിയില്ല ഷമ്മാസ്. കാരണം അവിടെയുള്ള ആളുകളാകെ നിൻ്റെ അടുത്തേക്ക് വന്നാൽ നീ എന്തു ചെയ്യും? നീ വെറുതെ വേണ്ടാത്തിന് പോകണ്ട. നിൻ്റെ പെണ്ണ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് അവളെ നിക്കാഹ് ചെയ്യേണ്ടതാണ്. അതിനപ്പുറത്തേക്കായിട്ട് ഇനി ഒന്നും നീ ചിന്തിക്കല്ലേ. കാരണം നീ ഒന്നിനും പോകല്ലേ ഇപ്പോൾ. നിന്നെ വെച്ചേക്കില്ല. കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയും, അത് ഉറപ്പാണ്. അതായത് കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുന്നതല്ലേ ഷമ്മാസ്. നീ പിന്തിരിഞ്ഞു പോകണം. ഇപ്പോൾ നീ പോവല്ലേ. ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിന് വല്ലാത്തൊരു അസ്വസ്ഥമായി തോന്നി. ഉസ്താദേ, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഉപദേശിക്കരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വാക്കുകളും ഞാൻ എടുത്തയാളാണ്. എനിക്കെല്ലാം അഭിപ്രായങ്ങൾ നിങ്ങളോട് മാത്രമേ ചോദിക്കാനുള്ളൂ. പക്ഷേ ഇതിനെ ഇനി തടയരുത്. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. ഇനി ഒരു പെൺകുട്ടികളും ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ ജീവിക്കണം. അതിന് അയാളെ ഒന്ന് വകവരുത്തിയിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലാതെ എന്താ ഉസ്താദേ, ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യമുണ്ട്? അല്ല ഷമ്മാസ്, നീ എന്തിൻ്റെ പേരിലാണ് അയാളുടെ അടുത്തേക്ക് പോകുന്നത്? നിനക്കറിയുന്നതല്ലേ അയാളുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ. ഉസ്താദേ, ഞാനെല്ലാം പറഞ്ഞു തരാം. ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ അങ്ങോട്ട് വിടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്ക്. എന്നിട്ട് എൻ്റെ പേരിൽ കെട്ടിച്ചമച്ച ഓരോ കള്ളക്കഥകളും എന്തിന് എൻ്റെ പെണ്ണിനെ ഏതായാലും കഷ്ടപ്പെടുത്തി. പിന്നെ പോരാത്തതിനെ കുടുംബക്കാരെ മുഴുവൻ ഉറപ്പിക്കാൻ എൻ്റെ മേലിലും ഓരോ ആരോപണങ്ങൾ ചുമത്തുന്നു. ഇതെങ്ങനെ സഹിക്കും ഉസ്താദേ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ പെണ്ണിനെ രക്ഷപ്പെടുത്തുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പേരിൽ അയാൾ മറ്റു വല്ലതും എന്തൊക്കെയോ ഭയങ്കര 7 വൻ ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷം വരെ എൻ്റെ പേരിൽ അയാൾ കെട്ടിച്ചമച്ചു. അത് ഞാനും അവളും കറങ്ങാൻ പോയെന്ന്, ടൂർ പോയെന്ന്, അതിനിടയിൽ ആക്സിഡൻ്റ് ആയെന്ന്, ചാടിപ്പോയെന്ന്, ഒളിച്ചോടിയെന്ന്, അങ്ങനെ പലതും. എന്താ ഉസ്താദേ,
ഒരു മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ കളവുകൾ പറയാൻ പാടുണ്ടോ? ഷമ്മാസ്, അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞോ? അല്ല, സത്യത്തിലപ്പോൾ നിങ്ങൾ... ഉസ്താദേ, ഞാൻ തെളിവ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഉസ്താദിനെ വിളിച്ചാൽ മതി. ഞാനിപ്പോൾ അല്പം തിരക്കിലാണ്. ഷമ്മാസ് ഫോൺ കട്ട് ചെയ്ത് അതാ മുഴുവൻ സ്പീഡിൽ അതാ ഹുസൈനാജിയുടെ വീട് ലക്ഷ്യമാക്കി പറക്കുകയാണ്. ആ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഉസ്താദ് ശ്രദ്ധിക്കുന്നു. അതെ, ആ കോളേജിന് മുമ്പിൽ കാർ നിർത്തിയിട്ടതും അവിടെ നിന്ന് പെൺകുട്ടി വരുന്നതോ, അതിൽ കയറുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നതോ, അവളുടെ പിന്നാലെ അവർ ഓടുന്നതും, അവൾ ബൈക്ക് തട്ടി തെറിച്ച് ഷോപ്പിന് മുമ്പിലേക്ക് വീഴുന്നതും, പിന്നീട് അവരെല്ലാവരും കൂടി വന്ന് കാറിൽ കയറ്റി അതാ കൊണ്ടുപോകുന്നു. അപ്പോൾ കേട്ടതെല്ലാം മുഴുവൻ കളവാണ്. പള്ളിയിൽ വരെ ആരൊക്കെ വന്ന് പറഞ്ഞല്ലോ. അതെ, അറിയോ, ഇവിടെ നല്ലതെന്ന് കരുതുന്ന, ഇവിടെ സുബഹി നിസ്കാരത്തിനും എല്ലാത്തിനും ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു യുവാവിനെ കുറിച്ച് ഉസ്താദേ നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ. അതെ, അവനെക്കുറിച്ച് വല്ലത് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല, നിങ്ങളതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ, എന്നെ നിങ്ങൾ കാണൂല. അതെ, ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് പറഞ്ഞോളി. കാരണം എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. നിങ്ങൾ ഒരുപാട് തലയിൽ വെച്ച് നടന്ന ഒരാളുണ്ടല്ലോ, ഷമ്മാസ് എന്ന പേരുള്ള. പലപ്പോഴും പ്രസംഗങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട് ഷമ്മാസ് ഇവിടെ മാതൃകയാണെന്ന്. ഇവിടുത്തെ ഒരു യുവാക്കളും സുബഹിനൊന്നും പള്ളിയിലേക്ക് എത്താറില്ല. അതൊക്കെ ഉസ്താദ് നിങ്ങളെ നാവോണ്ടനല്ലേ പറഞ്ഞത്? എന്നാൽ അത് കേട്ടോളി. പിന്നെ നിങ്ങൾ പറഞ്ഞ ഷമ്മാസ് ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിക്കണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എൻ്റെ കൈകാലുകൾ ആകെ കുഴയുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ നാവിൽ വെള്ളം വറ്റി. പക്ഷേ ഷമ്മാസ് അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു. അള്ളാഹുവേ, ഞാൻ വരെ തെറ്റിദ്ധരിച്ചു. കാരണം ഓരോരുത്തരെ വന്നിങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഇത്രക്കും സ്നേഹിച്ചിരുന്ന ആ ഷമ്മാസ് അവരെങ്ങനെ ഇത് ചെയ്യാൻ തോന്നി എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷേ തെളിവുകളിതാ പുറത്തു വന്നിരിക്കുന്നു. അല്ലെങ്കിലും പടച്ച റബ്ബ് എന്നും ഒരാൾ കെട്ടിച്ചമച്ചെന്ന് വിചാരിച്ചിട്ട് കള്ളനാവുകയില്ല. അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരും. അതാ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു. പാവം ഷമ്മാസിനെ വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു. പടച്ചോനെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉസ്താദ് അത് പറഞ്ഞു. മനസ്സിലായി, എല്ലാം മനസ്സിലായി. അതെ, അവൻ സ്നേഹിക്കുന്ന ആ ഹിജാബിയെ ആക്സിഡൻ്റ് ആകാൻ കാരണക്കാരൻ അതിൽ കണ്ട ആ ഹുസൈനാജി തന്നെയാണ്. ഇതെല്ലാവരെയും ഒന്നറിയിക്കണം. എന്ത് ചെയ്യും? ഒരു പക്ഷേ ഞാനിത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ നേർക്കും അയാളുടെ ശത്രുതയുണ്ടാവും, അതുറപ്പുണ്ട്. എങ്കിൽ ഷമ്മാസിനോടൊന്ന് ചോദിച്ചിട്ടാകാം. ഉസ്താദ് വിചാരിച്ചു, പഠിച്ചോനെ, ഈ കുട്ടി എന്തിനാണാവോ അത്ര ധൃതിയിൽ പോകുന്നത് അയാളുടെ അടുത്തേക്ക്? അയാളെങ്ങാനും ഈ ഒരു വരവ് അറിഞ്ഞാൽ ഉറപ്പാണ് ആളുകളെ നിർത്തി അവനെ കൈകാര്യം ചെയ്യും. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഉസ്താദ വീണ്ടും ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അടിക്കുന്നു. ഒരു പ്രാവശ്യം അടിച്ചിട്ടും അവൻ എടുത്തില്ല. പിന്നീടും നിൽക്കാതെ അടിച്ചു. ഷമ്മാസ് ഫോൺ എടുത്തു. ഹലോ ഉസ്താദേ, പറയൂ. മോനെ, ഞാൻ കണ്ടടാ. ഉസ്താദേ, ഇനിയെങ്കിലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് വിട്ടു തന്നത്. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരൻ ഇനി ഞാൻ വെറുതെ വിടില്ല. മോനെ ഷമ്മാസ്, നീ ഇങ്ങനെ അങ്ങ് പോവല്ലേ. അവനൊക്കെ ചതിയിലൂടെയാണ് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത്. ഒരിക്കലും അയാൾ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ആളുകളെ നിർത്തും, അല്ലെങ്കിൽ പിന്നിലൂടെ. ഉസ്താദേ, അത് ധീരന്മാർക്ക് ഒരിക്കലും ചേർന്നതല്ല. ഷമ്മാസ് നേരിട്ടാണ് അവനോട് യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, പഠിച്ചവൻ്റെ പേരിലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതായത് എല്ലാവരെയും ഈ രീതിയിൽ ക്രൂരത ചെയ്താൽ, എല്ലാവരെയും ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ക്ഷമിച്ചാൽ, ഒരാളുടെ ഇഷ്ടങ്ങൾ നടക്കാതെ അയാളുടെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യാൻ, തെറ്റുകൾ ചെയ്ത് ജീവിക്കാൻ, ഭാര്യയെ ഉപദ്രവിക്കാൻ, അതിനൊക്കെ അയാൾക്ക് സമ്മതം ഉണ്ട് എന്ന നിലപാടാണ്. പക്ഷേ അതങ്ങ് മാറ്റണം. ഇനി അയാളുടെ കൈ പൊങ്ങരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഷമ്മാസ് മോനെ, നീ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് പോകുന്നത് ഒട്ടും പന്തിയല്ല. പിന്നെ ഉസ്താദേ, എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, അയാൾക്കെതിരെ എനിക്ക് പൊരുതണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും പടച്ച റബ്ബ് എന്നെ ഉപേക്ഷിക്കില്ല എന്നെനിക്കറിയാം. കാരണം എന്താ, ഒരാളും ഇനി അയാളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല. ഭൂമിയിൽ നാശം വിതക്കുന്നവനാണ് അയാൾ. ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും അയാളുടെ ചിന്തകൾ വളരുന്നത്. എന്താണ്, നമ്മുടെ നാട്ടിൽ സൗന്ദര്യമുള്ളൊരു കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂല,
ഒരു കല്യാണം ഒഴിവാക്കിയ പെണ്ണിന് ജീവിക്കാൻ പറ്റൂല. ആരെങ്കിലും എവിടെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ പിന്നെ അത് അയാളത്. എന്ത് നിയമാണിത്? എല്ലാവരും അയാളെ പേടിച്ച് നിൽക്കുക. ഇനി നടക്കില്ല ഉസ്താദേ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യണം എനിക്ക് വേണ്ടി. ഷമ്മാസ് ഫോൺ കട്ട് ചെയ്തു. അതാ ഹുസൈനാജിയുടെ വീട് ദൂരെ നിന്ന് കാണുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് അതാ പുറത്തേക്ക് നോക്കുന്നു മജീദ്. മജീദ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷമ്മാസിൻ്റെ മുഖം കണ്ട് മജീദ് ഞെട്ടിപ്പോയി. അവൻ അകത്തേക്ക് ഓടിപ്പാഞ്ഞു കയറി. ആജിരെ, ആജിരെ, അതാ ആ ഷമ്മാസ് വരുന്നുണ്ട് നിങ്ങൾ നേർക്ക്. മജീദേ, ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്ക്. സത്യം നീ ഒരിക്കലും പറയരുത്. പറഞ്ഞാൽ എൻ്റെ തല ഞാൻ വിട്ടു, നോക്കിക്കോ. ഷമ്മാസ് ബുള്ളറ്റിൽ നിന്നും ചാടി ഇറങ്ങി. എവിടെടോ ഹുസൈനാജി? എവിടെയാണെന്ന് ചോദിച്ചത്. നിങ്ങളല്ല മജീദ്, വിളിക്ക്, ഹുസൈനാജി വിളിക്ക്. ഹാജിർ ഇവിടെ ഇല്ല. ഹാജിർ പിന്നെ എവിടെ പോവാനേ? വിളിക്കാനാ പറഞ്ഞത്. അതല്ല, ഞാൻ അകത്തേക്ക് കയറി സെർച്ച് ചെയ്യണോ? ഷമ്മാസ് വളരെയധികം ഗൗരവത്തോടെയായിരുന്നു അത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മജീദ് പേടിച്ചു പോയിട്ടുണ്ട്. മജീദിൻ്റെ നേർക്ക് ഷമ്മാസ്. അതേ, ഷമ്മാസാണ് വന്നത്, വിളിക്കണം. നിൻ്റെ ബോസാണ് ഹുസൈനാജി എന്നെനിക്ക് നന്നായിട്ടറിയാം, വിളിക്കണം. ഇവിടെ ഇല്ല, ആജിർ ഇവിടെ ഇല്ലായിട്ടാണ്. ഇല്ല, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാ? പിന്നെ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ അത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആഹാ, ഇത് എങ്ങനെ ഒപ്പിച്ചു ഈ ഒരു കള്ളത്തരം പറച്ചിലൊക്കെ? വിളിക്കാനാ പറഞ്ഞത്, അതോ ഞാൻ അകത്ത് കയറണോ? മജീദ് ആകെ പേടിച്ചരണ്ടു. കാരണം അകത്തേക്കെത്തി ഹുസൈനാജിയുടെ അടുത്തെത്തിയാൽ തല പോവും എന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ മുമ്പിലാണെങ്കിലോ തീ ജ്വലിക്കുന്ന കണ്ണുകളുമായി മസിൽ വരിപ്പിച്ച് മുഷ്ടി ചുരുട്ടി ഒരാളവിടെ നിൽക്കുന്നു. അത് ഷമ്മാസ്. ശരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് ഒരൊറ്റൊന്നങ്ങ് കിട്ടിയാൽ പിന്നെ ബാക്കിയുണ്ടാവില്ല. ആ രീതിയിലാണ് അവൻ കൈകൾ പിടിച്ചിരിക്കുന്നത്. അവൻ്റെ ശരീരം അത്രക്കും സ്ട്രോങ് ആണ്. ഞരമ്പുകൾ മുറുകി വലിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന് അയാൾ വിചാരിക്കുന്നു. അയാൾ അകത്തേക്ക് ഓടുന്നു. ഞാൻ നോക്കട്ടെ, ഹാജിര് വന്നിക്കണോ നോക്കട്ടെ. ഇന്നിവിടെ കാവലിൽ നിർത്തിയതാണ്. പിന്നെ വന്നിട്ടില്ലെങ്കിലും വന്നെങ്കിൽ ഞാൻ വിവരം പറയാം. ഞാൻ ഒരു പാവാണ്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? എല്ലാ തെറ്റുകളും ഹുസൈനാജിക്ക് കൂട്ടു നിൽക്കുന്നത് നിങ്ങളല്ലേ? പറയണം, സത്യം പറയണം. ഒരു കാര്യം എനിക്ക് അറിയാനാണ് ഞാൻ വന്നത്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. നുസൈബ എന്ന എൻ്റെ ഹിജാബിയെ ആരാണ് ആക്സിഡൻറ്റിൽ ഉൾപ്പെടുത്തിയത്? ആരാണ് അങ്ങനെ ചെയ്തത്? അത് ഇങ്ങനെയാണ് പറയാം ആചാര്യ പറഞ്ഞത്. എല്ലാവരോടും എന്നോട് പറഞ്ഞ് നടക്കാൻ പറഞ്ഞത്. അത് നിങ്ങളെ കൂടെ ഒളിച്ചോടിക്കണ്, അപ്പം ആക്സിഡൻ്റ് ആയി എന്നാണ്. ഞാനാണ് എല്ലായിടത്തും കുറേ സ്ഥലത്തൊക്കെ പോയി പറഞ്ഞത്. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കളി? മജീദിൻ്റെ കഴുത്തിന് മുകളിലായിട്ട് അതാ ഷമ്മാസ് പിടിക്കുന്നു. സത്യം പറയണം, എവിടെയാണ് നിൻ്റെ മുതലാളി? വിളിക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിലേ ഹുസൈനാജിൻ്റെ സ്വഭാവം എനിക്കറിയുള്ളൂ. ഷമ്മാസിൻ്റെ തനി നിറഞ്ഞ് കണ്ടിട്ടില്ല. കണ്ടാ പിന്നെ നിനക്കറിയാലോ. എന്നോട് ക്ഷമിക്കണം, ഞാനെല്ലാം പറയാം. അതെ, ഞാനൊരു പാവമാണ്, ഞാൻ ഒന്നിനും നിന്നിട്ടില്ല. പിന്നെ ആചാര്യങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്യാൻ തോന്നുകയാണ്. നമുക്ക് അതിനുള്ളൊരു വരുമാന മാർഗ്ഗം അതേ ഉള്ളേ, മൂപ്പരൊപ്പം കഴിയാന്നുള്ളത്. നിങ്ങളോട് ക്ഷമിക്കണം. എനിക്കറിയാം, എനിക്ക് ആരോടൊരു വെറുപ്പും വിദ്വേഷവും ഇല്ല. മൂപ്പരൊരു ആളായി ഇങ്ങ് നിൽക്കാന്നേ ഉള്ളൂ. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞങ്ങ് മുങ്ങാൻ വരട്ടെ. നിങ്ങളുടെ മുതലാളിയെ വിളിക്ക്, ഹാജിരെ വിളിക്കണം. അല്ലെങ്കിൽ വിടില്ല ഞാൻ മജീദിനെ. നോക്കിക്കോ. അതോ ഞാൻ അകത്ത് കയറി തിരയണോ? ഷമ്മാസ് ധൈര്യത്തോടെ അകത്തേക്ക് കയറുവാൻ ഒരുങ്ങുന്നു. അവിടെ നിൽക്കി, ഞാൻ ആചാര്യ വന്നൊക്കെ നോക്കിയിട്ട് വിവരം പറയാം. അതാ മജീദ് അകത്തേക്ക് ഓടുന്നു. ആചാര്യേ, അതാ ഓൻ അകത്ത് കയറി വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാട്ടി രക്ഷപ്പെടും, എന്തേ ചെയ്തോളി. അതല്ല, നേരിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ടോളി. ഓനെ ചില്ലറ സാധനം എന്നല്ല, കണ്ടാൽ തന്നെ പേടിയാവും. ആ രീതിയിലാണ് വന്ന് നിൽക്കണേ. ഓനോടായിരുന്നില്ല നിങ്ങൾ കളിച്ചത്? മാണ്ടില്ലായിരുന്നു അജയ്. എൻ്റെ പോലും ജീവൻ പോണ പേടിയാണ് എനിക്ക്. ആ രീതിയിലാണ് വന്ന് നിൽക്കണതാ. ഇറങ്ങിപ്പോയി നോക്കി. ഇജ്ജെന്തിനാ പേടിക്കണേ? ഹുസൈനാജി മുന്നിന്ന് കളിക്കൂല, ഞാൻ ബാക്കിന്നേ കളിക്കുള്ളൂ. ഓനെ വക വരുത്താനൊക്കെ ഇപ്പതാ ആൾക്കാരെത്തും, ഈ നോക്കിക്കോ. 2 വണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മജീദേ, ഈ അവിടെ തന്നെ പോയി നിൽക്ക്. ഞാൻ അതിലങ്ങോട്ട് അടുക്കള ഭാഗം വഴിയുണ്ട് മുങ്ങട്ട്. അല്ലാഞ്ഞാൽ ഓൻ്റെ കൈ കിട്ടിയാൽ ഓനെ വെറുതെ വിടൂല, അത് ഉറപ്പുണ്ട്. ഓലങ്ങോട്ട് കൈകാര്യം ചെയ്തോളൂ. ഹുസൈനാജി അടുക്കള ഭാഗം വഴി അതാ ഇറങ്ങി ഓടുന്നു. അവിടെ പണിക്ക് നിന്നിരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നു, എന്താ ആചാര്യ ഇങ്ങനെ കുന്നന്തകൾ പായുന്ന പോലെ നിങ്ങൾ പായണത്? അതൊക്കെ ഉണ്ട്, നിങ്ങൾ മുണ്ടല്ലേ. ഞാൻ അതിലെ പോയ വിവരം ഒരു കുട്ടിനോട് നിങ്ങൾ പറയരുതിട്ടോ.
പണിക്കാർക്കൊക്കെ ശരിക്കും അത്ഭുതമായി. എന്തോന്ന് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആചാര്യ മരണപ്പാച്ചിൽ ഇങ്ങനെ പായൂല. ആ കുറേ കാലം അങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതിൽ ഒരു കാക്ക പറഞ്ഞു. ഷമ്മാസത അകത്തേക്ക് കയറുവാൻ ഒരുങ്ങിയപ്പോൾ, ഷമ്മാസേ ഇവിടെ ഇല്ല, ആചാര്യ പൊയ്ക്കണ്. ആഹാ പോയല്ലേ, നൈസായി മുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അതേ ഞാനൊരിക്കലും ഇവിടം വിട്ട് പോകുന്നില്ല, ഞാൻ ഇനിയും വരും. വിടില്ല ഞാൻ നിന്റെ ഹാജിയരെയും നിന്നെയും, അതായത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള നിങ്ങൾ വാങ്ങുന്നു വേണ്ടിരും. ഇനി ഒരിക്കലും അവൻ്റെ കയ്യും കാലും ഒരാളുടെ നേരെ നാവും പൊന്താൻ പാടില്ല. പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല. അപ്പോഴുമൊക്കെ അതാ 2 ജീപ്പിൽ ആളുകൾ നിറയെ വരുന്നു ഹുസൈനാജിയുടെ മുറ്റത്തേക്ക്. ഷമ്മാസ് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മജീദിന് ആശ്വാസമായത്. ഹുസൈനാജിയുടെ ആ സിറ്റൗട്ടിൻ്റെ നടുവിലായിട്ട് തന്നെ ഷമ്മാസ് നിൽക്കുകയാണ്. എന്താടോ, ഹാജിയരെ വീട്ടിൽ കിടന്ന് നിരങ്ങാൻ വന്നതാണോ ഏ? അതേ ഹാജിയരെ വീട്ടിൽ വന്ന് നിരങ്ങേണ്ട ആവശ്യം വന്നു, അപ്പം നിരങ്ങേണ്ടി വന്നു. ഈ ആരുടായി ചോദിക്കാൻ എന്ന് പറഞ്ഞ് അയാളതാ ഷമ്മാസിനെ നേർക്ക് അടുക്കുമ്പോൾ ഷമ്മാസ് ഒരൊറ്റ ചവിട്ടാണ് കൊടുത്തത്. തെറിച്ച് വീണു അയാൾ. തൊട്ടപ്പുറത്തായിട്ട് 2 പേരതാ ഓടി വരുന്നു. 2 പേരെയും നല്ല കണക്കിന് കൊടുത്തു ഷമ്മാസ്. എന്നാൽ അവർക്കൊന്നും ഷമ്മാസിനോട് ഏറ്റുമുട്ടുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ വന്ന വഴി അതേ സ്പീഡിൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. മജീദേ, ഇതുവരെ ഹുസൈനാജി ഇവിടെ ആളുകളെ ഭരിച്ചു, ഇനി അത് നടക്കില്ല. ഇനി അത് ഷമ്മാസ് സമ്മതിക്കില്ല. വിളിക്ക് നിന്റെ ബോസിനെ. എന്തൊക്കെ തന്നെയായാലും ഞാൻ ഇവിടെ വിട്ടു പോകുമെന്ന് വിചാരിക്കണ്ട, ഇവിടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകും. അതെ എൻ്റെ കയ്യിൻ്റെ തരിപ്പ് മാറിയിട്ടില്ല. അതെ കിട്ടേണ്ടത് ഹുസൈനാജിക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ കിട്ടിയത് നിങ്ങളുടെ ഗുണ്ടകൾക്കാണ്. പിന്നെ തൻ്റെ മുതലാളിയോട് പറഞ്ഞേക്ക് ഷമ്മാസ് ഇനിയും വരും, വിട്ടു പോകാനായിട്ടില്ല എന്നുള്ളത്. അതെ അവനെ ഒന്ന് ഒതുക്കണം, അല്ലാതെ ഷമ്മാസ് ഇവിടം വിട്ട് പോകില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഷമ്മാസ് തൻ്റെ ബുള്ളറ്റിലേക്ക് ചാടി കയറി സ്റ്റാർട്ട് ചെയ്തു. അതേ പറഞ്ഞേക്കിട്ടോ, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട, ഇനിയും വരും. ഒരിക്കലും ഹുസൈനാജി ഇനി ഇവിടെ ഭരിക്കാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. മജീദ് കൈ കൂപ്പി നിന്നു. ഇല്ല ഞാനൊന്നും മൂപ്പരൊപ്പം കൂടുന്നില്ല, എനിക്ക് പേടിയാണ്. നമ്മൾ പാവണങ്ങൾ, ഞങ്ങളൊന്നും ചെയ്യില്ലേ. ഞാനും എൻ്റെ കുടുംബമൊക്കെ പാവണം. ഇവിടുത്തെ കഞ്ഞിയും മറ്റും കുടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയണതേ, അതുകൊണ്ടാണ്. തെറ്റിന് കൂട്ടി നിന്നാൽ അത് ആർക്കായാലും അതിൻ്റെ ശിക്ഷ ലഭിക്കും. വേറെ വല്ല പണിയും ചെയ്ത് ജീവിച്ചുവിടോ. ഇയാളുടെ കൂടെ ജീവിക്കണക്കാളും ഭേദം അതല്ലേ. ഇത്രയ്ക്കും തെറ്റ് ചെയ്ത് നടക്കണ ഇയാളുടെ കൂടെ എന്ത് കണ്ടിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങൾ നമ്മളോട് ക്ഷമിക്കണം, നമ്മൾ വകയില്ലാത്തതുകൊണ്ട് ഒപ്പം കൂടിയതാണേ. നിങ്ങൾ നമ്മളോട് ക്ഷമിക്കേ, നമ്മളോട് തെറ്റു ഇതുവരെ ചെയ്തിട്ടില്ല. മൂപ്പരിപ്പോൾ ഒന്ന് പോയി കൊടുക്കും, അതേ നമുക്കുള്ളൂ. ആഹാ മൂപ്പർക്ക് പറ്റിയ പെണ്ണ് സെറ്റാക്കാനും പറ്റിയ പെണ്ണിനെ സെറ്റാക്കി കൊടുക്കാനും അതിനൊക്കെ അല്ലേ നിൻ്റെ പണി? അതൊക്കെയല്ലേ? എന്തൊരു മോശം പരിപാടിയാണോ ഇത്. ഇതൊക്കൊന്നും മാറ്റി നല്ല രീതിയിൽ ജീവിച്ചൂടെ? ഷമ്മാസ് പുച്ഛഭാവത്തിൽ മജീദിനോട് പറഞ്ഞു. മജീദ് പേടിച്ച് വിറക്കുകയാണ്. ഷമ്മാസിൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയാൽ പിന്നെ അവിടെ കിടക്കും, അത് ഉറപ്പാണ്. മജീദ് അതുകൊണ്ട് തന്നെ വളരെയധികം താഴ്ന്നു കൂഴ്ന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിൻ്റെ മുതലാളിനോട് പറയാൻ മറക്കണ്ട, ഞാൻ തിരിച്ചു വരും. അതെ എന്നും ഓരോ മനുഷ്യന്മാരെ പറ്റിക്കാൻ പറ്റില്ല. നേർക്കുനേരാണ് ഞാൻ യുദ്ധത്തിന് വന്നത്, അല്ലാതെ നിൻ്റെ മുതലാളിയെ പോലെ പിന്നിലൂടെ ഉപദ്രവിക്കുന്ന പരിപാടിയല്ല. പിന്നിലൂടെ അത് ചതിയന്മാരുടെ ലക്ഷണമാണ്. നേരിട്ട് മുന്നിട്ടിറങ്ങി വാ. ഹുസൈനാജിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നേരിട്ട് ഒരു ദ്വന്ദ്വയുദ്ധത്തിന്. പറയാൻ മറക്കണ്ട അത് എന്ന് പറഞ്ഞ് ഷമ്മാസത ധൃതിയിൽ ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴാണ് മജീദിന് അല്പം ഒരു ആശ്വാസമായത്. ഇനി ശരിയാവില്ല, ഇനി നടക്കൂല. കാരണം ഇനിയിപ്പോൾ മൂപ്പരപ്പം കൂടുതൽ എനിക്കും അടി കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് ഉറപ്പാണ്. മൂപ്പര് ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്തതല്ലേ, ഉറപ്പാണ്. ഇനി മൂപ്പരപ്പം കൂടിയാലേ നമ്മളെ തടി കേടാവും. ഇതുവരെ അങ്ങനെയായിരുന്നു. ഹേയ് ഇനിയിപ്പോൾ എന്താപ്പം ഞാൻ ചെയ്യുക? എന്താ മൂപ്പരോട് പറയാ? അതാ മജീദ് ഫോണെടുത്ത് വിളിക്കുന്നു. ഹലോ ആചാര്യേ, മൂപ്പര് പോയിക്കണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും തോന്നില്ല കേട്ടോ. ഇനിയും വരും എന്നാണ് പോയിക്കണത്. അല്ല 2 വണ്ടിക്ക് ആളെ പറഞ്ഞിട്ട് ഓനെ തല്ലി ചതച്ചില്ലേ ഓല്? എവിടെ തൊടാൻ പോലും കിട്ടിയിട്ടില്ല ഓൻ്റെ ശരീരത്തിൽ. 1-2 ആൾ ഓൻ്റെ നിരക്ക് വന്നു, പക്ഷെ എന്താ ഓൻ കാട്ടണമെന്നോ? തെറിച്ചു പോയിക്കാണ് അവർ. ബാക്കിയുള്ളവർ പേടിച്ചോടി.
ഹുസൈനാജിക്ക് അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം തോന്നി. ഛേ, ഇത്രക്കും പൊട്ടന്മാരാണോ ഈ മല്ലന്മാർ? ഇതിനാണ് ഇവരൊക്കെ പൈസ കൊടുത്ത് തീറ്റി പോറ്റുന്നത്. നമ്മൾക്കൊരു അപകടം വന്നപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വരെ ഓൽക്ക് പറ്റുന്നില്ല. അതിനുള്ള പൈസ ഒരു വാങ്ങാതിരിക്കൂല. ഛേ, നാണം കെട്ട പ്രവർത്തനം. ആചാര്യ, ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ അത്യാവശ്യം മുങ്ങിയൊക്കെ നടന്നോളി. കാരണം ഇനി നിങ്ങൾ പൊങ്ങുമ്പോൾ നിങ്ങളെ വെച്ചേക്കൂലോന്. നിങ്ങളെ തല പോണ കേസാണത്. ആ പിന്നെ ഓൻ തന്നെ മതിയല്ലെന്നാലേ ഇന്നെ ഒതുക്കാൻ. ഇതുവരെ ഒരാൾ ഒതുങ്ങിയിട്ടില്ല. ഓനായിട്ട് നമ്മൾ ഒതുക്കാൻ ഇറങ്ങിയിട്ടില്ല. ഒരു പോലീസിനും പട്ടാളത്തിനും ഇവിടെ കഴിയാത്ത ഓനക്ക് എങ്ങനെ കഴിയാ? മുതലാളിയെ, ഇത് ചില്ലറ കേസല്ല കേട്ടോ. പിന്നെ ഓങ്ങളെ വെല്ലുവിളിച്ചിക്കണേ ദ്വന്ദ്വ യുദ്ധത്തിന്, നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങളും ഓനും നേരിട്ട്, ആയുധങ്ങളൊന്നും ഇല്ലാതെ. ആ പിന്നെ ഞാൻ അതിന് മുമ്പായിട്ട് അവൻ്റെ പിന്നിലൂടെ ചെന്ന് ആക്രമിക്കും. എന്നോട് പ്രത്യേകം പറഞ്ഞു, എൻ്റെ മുതലാളിക്ക് ബാക്ക് കൂടെ അല്ലേ കൈയുള്ളൂ. രഹസ്യമായിട്ട് ചതിയിലൂടെ കീഴ്പ്പെടുത്തുവനാണ് എൻ്റെ മുതലാളി. നേരിട്ട് വരാൻ പറ, ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോയിക്കണ്. ഇനി നിങ്ങളെ നല്ലഞ്ചേൽക്ക് ജീവിക്കാൻ സമ്മതിക്കും തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളെ പഴയ പ്രവർത്തിയൊക്കെ മിക്കവാറും നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ അവൻ നിർത്തിക്കും, അത് ഉറപ്പുണ്ട്. കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കൂല, അത് ഉറപ്പുണ്ട്. മജീദ്, ഏജിനെ വല്ലാതെ അങ്ങനെ പേടിപ്പിച്ചല്ലോ മുതലാളിയെ. ഇവിടെ നിന്ന് പറഞ്ഞാണോ അവനതൊക്കെ? ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത്. പഴയ ആളൊന്നല്ല ഓനിട്ടാ. ഓന് മൊത്തത്തിൽ ആൾ മാറിയിക്കണേ. ഓൻ്റെ കൈകളിങ്ങനെ വിറക്കാണ്. ഈ സമയത്ത് അങ്ങനെ നിങ്ങളെ കൈ കിട്ടിക്കണമെങ്കിലേ വെച്ചക്കൂല. പിന്നെ ദുനിയാവ് കാണൂലേനോ. ഇതെല്ലാം കൂടി പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ ഹുസൈനാജിക്കും തെല്ല് ഭയമുണ്ടായിരുന്നു. 2 വണ്ടി ആളെ വിട്ടിട്ട് ഒരൊറ്റ ആൾക്ക് അവനെ എതിർക്കാൻ കഴിഞ്ഞില്ല. ഹൈ, എന്തൊരു നാണക്കേട്. അപ്പം എന്ത് സാധനമാണ് ഓനത്? ഓൻ്റെ പെണ്ണിനെയാണ് ഞാൻ തൊട്ട് കളിച്ചത്. അതാണ് ഇപ്പോൾ പയച്ചത്. ഹൈ, വേണ്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്നെ വെറുതെ വിടുമല്ലോ ഓനെ എന്നെ എന്തെങ്കിലും കയറ്റി പൊക്കുന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഓനില്ലാതാക്കണം വേണ്ടി. അതിനിപ്പോൾ എത്ര ലക്ഷങ്ങൾ കോടികൾ മുടക്കിയാലും വേണ്ടിയില്ല. ഷമ്മാസ് എന്ന പേരിലുള്ള ആൾ ഇവിടെ നിന്നാണ് ഇല്ലാതാവണം. സൈനാജിയുടെ ആ ദുഷ്ട മനസ്സ് വീണ്ടും മന്ത്രിക്കുന്നു. ഉസ്താദ് അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമൊന്നും ഷമ്മാസ് ഫോൺ എടുത്തില്ല. വീണ്ടും, ഷമ്മാസ്, പഠിച്ച റബ്ബിനോട് ഞാൻ ദുആ ചെയ്യായിരുന്നു. എന്ത് അവിടെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ? ഹേയ്, ഞാൻ വന്ന ടൈമിനെ അയാൾ മുങ്ങിക്കണു ഉസ്താദേ. അത് നന്നായി. ഷമ്മാസെ, നിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നത് അതെനിക്കിഷ്ടമല്ല. എനിക്ക് സമാധാനമുള്ളത് അത്. ഷമ്മാസ്, ദയവായി ആ ഭാഗം നീ അങ്ങ് വിട്ടേക്കണം. ഉസ്താദേ, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റുമോ? ഇനിയും അയാളെ ഒരുപാട് ആളുകൾക്ക് ദോഷം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ അയാൾ എങ്ങനെ നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അയാളെ കൊല്ലണം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുവരെ കാട്ടിക്കൂട്ടിയതിന് അനുഭവിക്കണ്ടേ? ഉസ്താദേ, വെറുതെ വിടില്ല ഞാൻ അവനെ. അങ്ങനെ അങ്ങ് സുഖിച്ച് ജീവിക്കാൻ ഷമ്മാസ് സമ്മതിക്കില്ല. അവൻ തൊട്ടതേ എൻ്റെ പെണ്ണിനെയാണ്. അതായത് എൻ്റെ പെണ്ണിനെയാണ് അവൻ ആക്സിഡൻറ്റിൽ ഉൾപ്പെടുത്തിയത്. അതുമാത്രമല്ല, എന്നെക്കുറിച്ച് മറ്റു പല അപവാദങ്ങളും. എങ്ങനെ സഹിക്കൂ ഉസ്താദേ ഇതൊക്കെ? മോനെ, അതൊക്കെ ഒരു പരീക്ഷണമായിരിക്കടാ ഉസ്താദേ. ഇനി എന്ത് പരീക്ഷണം? ഇനിയും പരീക്ഷിക്കപ്പെടാൻ പറ്റില്ലല്ലോ. അതിനുള്ള അവസരം കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കണം വേണ്ടത്. പക്ഷേ നമുക്കതിനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യല്ലാതെ വിശ്രമമില്ല ഉസ്താദേ. ഷമ്മാസെ, മോനെ, ഈ ദയവായി എൻ്റെ ഭാവി നീ ആലോചിക്ക്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് അവിടെ ICUവിൽ കിടക്കുകയാണ് അവളെ. ഒന്നും അറിയാതെ. അവൾക്ക് ബോധം പോലും വന്നിട്ടില്ല. നീ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യേ. നീ ആ ഒരു വിഷയം വിട്ടിട്ട് ഇതിലേക്ക് ചിന്തിക്ക്. അവളുടെ ബോധം ശരിയാകാനും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ച് തന്നെ നിക്കാഹ് ചെയ്യും. എല്ലാം റാഹത്താകാൻ അതിനുവേണ്ടി ഞാനും തയ്യാറാണ്. നിക്കാഹിന് വേണ്ടി ഞാൻ നേതൃത്വം നൽകാം. എന്താ, നിനക്ക് സമ്മതല്ലേ? ഉസ്താദേ, എനിക്ക് ആരും നിക്കാഹ് ചെയ്തു തരും? എന്തിന്? എങ്ങനെ? ആരും എന്നെ വിശ്വസിക്കില്ല ഒരിക്കലും. എല്ലാവരും എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നെ. ഒരുപക്ഷെ തെളിവുകൾ ഞാൻ കൊടുത്താൽ പോലും അവർക്കെന്നെ ഒരു പുച്ഛമായിരിക്കും എന്നെ. ഇനി എൻ്റെ ഹിജാബി കണ്ണു തുറക്കണം. അവൾ കണ്ണു തുറന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്കിനി ആശ്വാസം വരികയുള്ളൂ. അല്ലാതെ അവരൊക്കെ എന്നെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. എൻ്റെ ഉമ്മ വരെ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മ വരെ എന്നോട് ആദ്യമായിട്ടാണ് വഴക്ക് പറയുന്നത് എന്നെ. മോനെ, ഈ ചെയ്തെന്നാലും പറ്റ മോശമായി പോയിട്ടോ. നിക്കാഹൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നോ ചെയ്യേണ്ടത്? ഉമ്മ, ഞാൻ
നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരിക്കലും ഞാൻ അവളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. ആ അതെ, രക്ഷിച്ചോ, ഇവിടെ കൊണ്ടെത്തിച്ചോ, ആദ്യം അങ്ങോട്ട് പോയി. എനിക്ക് കേൾക്കേണ്ട മോനെ നിൻ്റെ ന്യായമൊന്നും. എന്തൊക്കെ തന്നെയായാലും അവൾ എൻ്റെ മരുമകൾ തന്നെയാണ്. അത് നീ കെട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ. എനിക്ക് അവളോടുള്ള സ്നേഹം ഉണ്ട്. നീ പോയിക്കോ, പക്ഷെ ഞാൻ വരില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. കാരണം എനിക്ക് സുഖമില്ലാത്ത സമയത്ത് അവളാണ് എന്നെ നോക്കിയത്. ഉമ്മ അത് പറഞ്ഞ് മുഖം തിരിക്കുകയായിരുന്നു. റബ്ബേ, എൻ്റെ പെറ്റുമ്മ പോലും എന്നെ വെറുത്തു പോയി ഈ ഒരു സംഭവം കൊണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവരൊന്നും അതിന് കൂട്ടാക്കുന്നില്ല. എന്നെ എല്ലാവരും കൂടി അങ്ങ് ഒറ്റപ്പെടുത്തി. റഹ്മാനെ, എന്തിനാണ് ഇങ്ങനെ ഒരു ദുനിയാവ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഇങ്ങനൊരു ജീവിതം എത്രമാത്രം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ പെണ്ണിനെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങിയത്. പക്ഷേ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ, തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ. റബ്ബേ, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹേയ്, എല്ലാവരുടെയും മുമ്പിലും ആ ഒരു സ്ക്രീൻ റെക്കോർഡ് പ്രദർശിപ്പിക്കണം. എല്ലാവർക്കും അത് അയച്ചു കൊടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് തന്നെ പറയണം. സംഭവം ഇതാണെന്ന് എല്ലാവരും ഒന്ന് അറിയണം. അല്ലെങ്കിൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കും. അന്ന് നിസ്കാരത്തിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ഉസ്താദ് എല്ലാവരോടുമായി പറഞ്ഞു, പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഒരുപാട് തെറ്റിദ്ധരിച്ചു വെച്ച ഒരു വ്യക്തിയാണല്ലോ ഷമ്മാസ്. അതായത് ഈ പള്ളിയിൽ 5 വക്തിന് എത്തുകയും എല്ലാ ജമാഅത്തിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ആ ഒരു ഷമ്മാസ് എന്ന പേരുള്ള കുട്ടിയെക്കുറിച്ച് എന്നോട് ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു. അതായത് നിങ്ങളെപ്പോഴും പറയാറുള്ള ഷമ്മാസിനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് അവന് ചെയ്ത തെറ്റ് നിങ്ങൾ കണ്ടോ? ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിനെ കൂടെ ഒളിച്ചോടി ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. ഇതാണോ ഉസ്താദെ നിങ്ങൾ പറഞ്ഞ മാതൃക എന്ന് പറഞ്ഞ് പല ആളുകളെ എന്നോട് വന്ന് ചോദിച്ചു. പറഞ്ഞു, അവൻ അത്രക്കാരനാണോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇതാ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ മഹൽ ഗ്രൂപ്പിൽ ഇടുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തണം എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന്. എല്ലാം വ്യക്തമായി കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം. അതിനുള്ള റീപ്ലൈ നിങ്ങൾ എന്തായാലും തരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥം പടച്ച റബ്ബ് ഒരിക്കലും മറച്ചു വെക്കില്ല. അവൻ തന്നെ ആ തെളിവ് ഇതാ പുറത്തു കൊണ്ടുവരും. ഇതാ മഹൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും അത് ശരിക്കൊന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് കാര്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഉസ്താദെ, നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ഞങ്ങൾ ചെയ്യും. നിങ്ങളെന്തായാലും അതൊന്ന് വിട്ടിട്ട് ഞങ്ങൾ നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളത്. ഷമ്മാസിനെ കുറിച്ച് ഒരുപാട് ഞങ്ങളും തെറ്റിദ്ധരിച്ചു. കാരണം എല്ലാത്തിനും നല്ല മുൻപന്തിയിൽ നല്ല രീതിയിൽ ദയനീയായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന അവൻ എങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമം എന്ന് വെച്ചാൽ പലരും കളിയാക്കി. ഇതാണോ ഒളിച്ചൊഴി എന്നൊക്കെ പറഞ്ഞാൽ നിക്കാഹ് കഴിയാതെ എത്രക്കും വലിയ വൻ പാപങ്ങളാണതൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞ് അവനോടുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെട്ടിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് നോക്കട്ടെ. ഉസ്താദ് ആ ഒരു സ്ക്രീൻ റെക്കോർഡർ മഹൽ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തു. എല്ലാവരുടെ ഫോണിലും ഒരേ സമയം അതെത്തി. ആകാംക്ഷയോടെ എല്ലാവരും ആ ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതെ, ഹുസൈനാജിയും അവിടെ കാത്തു നിന്നതും, ഹിജാബി വരുന്നതും, അവളുടെ പിന്നാലെ അയാൾ പിടിക്കാൻ ഓടുന്നതും, അവൾ ഓടി രക്ഷപ്പെടുന്നതും, വണ്ടി തട്ടുന്നതും, തെറിച്ചു വീഴുന്നതും, ഷമ്മാസ് വാരിയെടുത്ത് കാറിലേക്ക് വെച്ച് കൊണ്ടുപോകുന്നതും, കൂടെ 2 സ്റ്റാഫും. പടച്ച റബ്ബേ, അല്ലാ, നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നല്ല കാര്യങ്ങൾ. ആ ഷമ്മാസിനോട് മാപ്പ് പറയാണ് വേണ്ടത്, നമ്മൾ തെറ്റിദ്ധരിച്ചതിന് തൊട്ട്. പടച്ച റബ്ബേ, എന്തൊക്കെയാണിത്? ഉസ്താദേ, അപ്പോൾ തന്നെ അതാ ഉസ്താദിന് എല്ലാവരുടെയും വോയിസ് ക്ലിപ്പുകളും മെസ്സേജുകളും വരുന്നു. ഉസ്താദേ, ആ കറുത്ത കാറിൽ ഇറങ്ങി വന്ന ആളാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്താണ് അയാൾ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് രീതിയിലാണ് നമ്മൾ അയാളെ ശിക്ഷിക്കേണ്ടത്? അയാൾ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു പെൺകുട്ടിയെ നടുറോഡിലിട്ട് പിടിക്കാൻ പോവുക, എന്തൊരു മോശമാണിത്. ഹുസൈൻ ഹാജിയിലുള്ള ആ ഒരു വിശ്വാസവും ബഹുമാനവും അദ്ദേഹത്തിനോടുള്ള ആ ഒരു പേടിയും എല്ലാവർക്കും ആ ഒരു നിമിഷം തന്നെ നഷ്ടപ്പെടുകയാണ്. അയ്യേ, ഇത്തരക്കാരനാണോ അയാൾ? നാണമില്ലാതായി പോയല്ലോ. ഉസ്താദേ, ഇങ്ങനെ ഒറ്റൊന്നിനെ നമ്മൾ വെച്ചേക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ ഏത് മഹലിൽ പെട്ട ആളാണെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും വലിയ ദോഷവും ബാക്കിയുള്ളവർക്കും ദോഷമാവും. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ തീരുമാനിക്കണം എന്താണ് ഇതിനുള്ള നടപടി എന്നുള്ളത്. അത് അല്ലെങ്കിൽ ഏത് മഹലിലെ ആളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
അവർ തീരുമാനിക്കണം അയാൾക്കെതിരെ എന്ത് വേണം നടപടി എടുക്കണം എന്നുള്ളത്. അതുപോലെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. ലോകം അവിടെ ഒറ്റക്കെട്ടായി മാറുന്നു. എല്ലാവരും ഹുസൈനാജിക്ക് നേരെ തിരിയുകയാണ്. അതിനിടയിൽ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവനെ വിടരുത്. അവൻ ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. പല പെണ്ണുങ്ങളായിട്ടും അയാൾ അങ്ങനെയാണ്. അവനക്ക് ഇഷ്ടപ്പെട്ടത് അതങ്ങ് സ്വന്തമാക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വക വരുത്തുക. അതുതന്നെ, മറ്റൊന്നുമല്ല. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും അവരുടെ കുടുംബങ്ങളിലെയും യഥാർത്ഥങ്ങൾ അതാ വിളിച്ചു പറയും. പണമില്ലാത്തതിൻ്റെ പേരിൽ ഹുസൈനാജിയുടെ വീട്ടിലേക്കും തോട്ടത്തിലേക്കൊക്കെ ജോലിക്ക് പോകും. പക്ഷേ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇനിയും ഇവിടെ തുടരാൻ പാടില്ല. വെറുതെ വിടരുത് അയാളെ. പലരും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഷമ്മാസിനോട് മാപ്പ് പറയണം എന്ന് തോന്നുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.